ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ പരിപ്പോടെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ചായക്കടയിൽ നിന്ന് വാങ്ങുന്ന പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പരിപ്പോടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഏകദേശം 1.5 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. സാധാരണ പരിപ്പ് വട വടപ്പരിപ്പ് വെച്ചാണ് ഉണ്ടാക്കാറ്. എന്നാലും ഈ പരിപ്പ് വെച്ച് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം 2 മണിക്കൂറോളം ഇതിങ്ങനെ കുതിരാനായിട്ട് വയ്ക്കണം. 2 മണിക്കൂർ ആവുമ്പോൾ നമുക്ക് പരിപ്പിലുള്ള വെള്ളമെല്ലാം ഊറ്റിക്കളയാം. വെള്ളം ഒട്ടുമില്ലാണ്ട് തന്നെ ഊറ്റിക്കളയണം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം. ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്കിത് അരച്ചെടുക്കണം. അതുകൊണ്ട് ഞാനിവിടെ പൊടിക്കുന്ന ജാറിലിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 6 കഷ്ണം ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർക്കണം. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 3 കഷ്ണം മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ ഒപ്പം നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അടപ്പ് തുറന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പം പരിപ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല. ഒരു തരിതരിപ്പോട് കൂടിയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. കുറച്ച് പരിപ്പ് അരയാത്ത പോലെ കിടന്നാലും കുഴപ്പമില്ല. ഇവിടെ നല്ല പാകത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റണം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഈ മുളകിന് നല്ല എരിവായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇത് ഒഴിവാക്കാം. കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 4 കഷ്ണം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അരിയുമ്പോഴേക്കും നന്നായിട്ട് ചെറുതാക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഒരു 1/2 ടീസ്പൂണോളം അരിഞ്ഞ ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്. 3/4 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മാവിൽ നിന്ന് കുറച്ചെടുത്ത് ചെറിയ ഉരുളയാക്കിയിട്ട് ഒരു കൈയുടെ നടുക്ക് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് പരിപ്പോരയുടെ ഷേപ്പ് കിട്ടിക്കോളും. നടുക്ക് കുറച്ച് കനത്തിലും സൈഡിലെല്ലാം കനം കുറച്ചുമാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിവിടെ മാവെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. എണ്ണ ചൂടാകുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് വറുക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പരിപ്പോട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിത് വേവിച്ചെടുക്കണം. നടുക്ക് ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി സമയം എടുത്താണ് ഇത് വേകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ ഈ സൈഡ് ലൈറ്റായിട്ട് വെന്തിട്ടുള്ളൂ. നമ്മൾ മറ്റേ ഭാഗം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒന്നുകൂടിയൊക്കെ തിരിച്ചും മറിച്ചും നല്ലൊരു ബ്രൗൺ കളറാക്കി മാറ്റിയെടുക്കണം. നല്ല അടിപൊളി രുചിയുള്ളൊരു പരിപ്പോടെയാണിത്. ഒട്ടും മോശമായിട്ട് വരത്തില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കട്ടൻ ചായയുടെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ്. ഇവിടെ ഇപ്പം ഞാൻ ഒത്തിരി വലിപ്പത്തിലല്ല, ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാകുമ്പോൾ വേഗം തന്നെ നമുക്ക് വെന്ത് കിട്ടാനും ഒക്കെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് നല്ല സ്പൈസി ആയിട്ടാണ്. ഇത്ര എരിവ് വേണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണമൊന്ന് കുറച്ച് വെക്കണം. അതുപോലെ തന്നെ പച്ചമുളകും എരിവ് നോക്കി കുറച്ച് ചേർത്താൽ മതി. ഇവിടെ ഇപ്പം നമ്മുടെ പരിപ്പോട് നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. പുറം നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പരിപ്പോട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള വടയും കൂടി നമുക്ക് വറുത്തെടുക്കാം. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചൂട് വേണം. ഒത്തിരി അങ്ങ് തണുത്ത് പോകാൻ കൊള്ളത്തില്ല. അതുപോലെ തന്നെ ഒത്തിരി ചൂടും പാടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചായക്കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ പരിപ്പോട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.